Hey there, thanks for joining me. Welcome to my little space. So, 1 month ago, me and my friends, my little crew, went on a staycation at Mount Vista Resort in Wayanad, where we had an amazing stay. So, I have been creeping away on my phone, and now I'm sharing it all with you guys. Welcome to my little staycation diary. അപ്പോൾ അതായത് ഉത്തമ എൻ്റെ കയ്യിൽ ഇതിനൊരു വൃത്തിക്കുള്ള ഒരു ഇൻട്രോ വീഡിയോ ഇല്ല. ആദ്യം കണ്ടത് ട്രാൻസിഷൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ചെറിയ ക്ലിപ്പ്. അതിൻ്റെ ഇടയിൽ നമ്മളെ ചെറിയ ചെറിയ പണികളും നടന്നു പോകണമല്ലോ. പക്ഷെ മഴ സമ്മതിക്കുന്നേ ഇല്ല. അങ്ങനെ പറ്റുന്ന പോലെ നമ്മൾ അകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ എടുത്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും നടക്കാൻ പോകില്ല, വെറുതെ വായിട്ടടക്കിയാന്നല്ലാണ്ട്. ഇവിടെ വേറൊരു കാര്യം എനിക്കെന്താ ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ, പണ്ട് നഴ്സറി പിള്ളേര് വാർഷികത്തിന് മേക്കപ്പ് ഇടും. കറക്റ്റ് അതുപോലെ ഉണ്ട്. അറിയാൻ പാടില്ലാത്ത പണി ചെയ്യണോ, അതൊക്കെ കൗതുകം ഭയങ്കര കൂടുതൽ. എന്നാ അറിയുന്ന ആരോടെങ്കിലും അവിടെ പറയേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാനിങ്ങനെ ഒരു വിധത്തിലാക്കിയിട്ടുണ്ട്. കണ്ടുകൊണ്ട് അടുത്ത ഇപ്പൊ ഈ കാണുന്ന വിധത്തില് അത്യാവശ്യം പറയാണ്ട് കുഞ്ഞി പിള്ളറ മാതിരി ഞാൻ പറയട്ടെ. എനിക്ക് അതിനെ കുറച്ച് 10 പറയായിട്ട് ഇതിങ്ങനെ അല്ലായിരുന്നു. ഇവിടെ മൊത്തം ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു പത്രമാരാണ് വാണീൻ്റെ വ്ളോഗ് ഹൈജാക്ക് ചെയ്തതാണ് ഇപ്പോൾ. ആക്ച്വലി ഈ ചാനൽ വളരെ ബോറാണ്, നിങ്ങളൊക്കെ സഹിക്കുകയാണെന്ന് എനിക്കറിയാം. ബട്ട് ഞാൻ ഈ ചാനൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങളെ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടും. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് വന്നിട്ട് ആദ്യത്തെ നമുക്ക് അതാണ് എൻ്റെ അക്കൗണ്ട്. ആക്ച്വലി ഞാൻ മധുവിന് വളരെ കുറേ നേരം പറയാൻ നോക്കുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് വരണം. കോഡ് വാണി അല്ലെങ്കിൽ കോഡ് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ മതി. എൻ്റെ കോഡ് 50%, വാണി എന്ന് പറഞ്ഞാൽ 20%. ഒക്കെ ആദ്യത്തെ അക്കൗണ്ടിലേക്ക് വരണം. 0 കമോൺ. ഗേൾസാണ് കൂടുതൽ വന്നു കേട്ടോ. ഈ ഫോട്ടോയിൽ ഞാനില്ല, എന്നാൽ ഞാനുണ്ട്. ആ വൈബാണത്. ഇവിടെ വന്നതിന് എല്ലാവരും വായന പറയുന്നത് പുറത്ത് പറയാൻ കൊള്ളാത്ത നമ്മൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പം അല്ലെങ്കിൽ ഒരു മിക്സ് ഓഫ് ഭാഷയാണ് നമ്മൾ സംസാരിക്കുക. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ കുറിപ്പിനെ കാണുമ്പോൾ വേറെ തന്നെ ഒരു ഭാഷ വരാനുണ്ട്. നന്ദുവും ഞാനും ദിയാഫിയും ഷോനുവും കൂടെ സംസാരിക്കാൻ തുടങ്ങിയ അതെന്ത് സ്ലാങ് ആണെന്ന് തിരിച്ചറിയാൻ ഇതുവരെ പറ്റിയില്ല. അങ്ങനെ അടിയുണ്ടാക്കലിൻ്റെയും ചിരിൻ്റെയും കളീൻ്റെയും ഒടുവിൽ ഒരു വിധം നമുക്കൊരു 2-3 ഫോട്ടോസ് കിട്ടി. അങ്ങനെ പ്രോപ്പർട്ടീൻ്റെ ഒരുവിധം വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഒരുവിധം സമയമായി. നന്ദി ലൈറ്റൊക്കെ പോയി തുടങ്ങാൻ തുടങ്ങി. ഇനി നമുക്ക് ചെറിയ 2-3 ഫോട്ടോസും കൂടെ എടുക്കാനുണ്ട്. അപ്പോഴത്തേക്ക് ഇവിടുത്തെ ചേട്ടന്മാരെ നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കി നമ്മൾ കഴിച്ച്. അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ നാവിലുണ്ട്. എൻ്റെ ബേക്കിലാണ് ഉള്ളത്. എടുത്ത് കഴിഞ്ഞില്ല. എന്നെ എത്രയും പെട്ടെന്ന് എടുത്തത് ഒഴിവാക്കാൻ പറഞ്ഞിട്ട് അതും ചെയ്തില്ല. കുറച്ചുകൂടെ വീഡിയോസും സാധനം എടുക്കാണ്ട്. അപ്പത്തേനും ഫുഡായി. അപ്പം ഫുഡ് കഴിച്ചിട്ട് ബാക്കി എടുക്കും. വളരെ കുറച്ച് സമയം കൊണ്ട് ഒരു പ്ലേറ്റ് നിറയെ സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നത് നമ്മളോട് പറയാം. പെട്ടെന്നായതുകൊണ്ട് ഇത്രേ പറ്റുള്ളൂ. നല്ല അടിപൊളി ഹോം മെയ്ഡ് ഫുഡല്ലേ. കിളി ഈ റിസോർട്ട് നിനക്ക് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. കിളി ഫ്രണ്ട്ലി റിസോർട്ടാണ്. ആവശ്യമില്ല എല്ലാം നമ്മള് പറഞ്ഞ പോലെ മൗണ്ട് വിസ്റ്റയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ സമയം എത്രയും 4 മണിയോ എന്തോ ആവാനായി. ഫുഡ് കഴിക്കാൻ നമ്മൾ കുറച്ച് ലേറ്റായി. ഏട്ടന്മാർ പെട്ടെന്ന് തന്നെ നല്ല അടിപൊളി ഫുഡെല്ലാം ഉണ്ടാക്കി തന്നെ കേട്ടോ, നല്ലല്ലേ. അപ്പം ഇനി കുറച്ച് കഴിഞ്ഞാൽ അച്യുതാദിക്ക് പോകും. അവർക്ക് വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടി. അപ്പം ഇതൊരു ഗേൾസ് നൈറ്റ് ആയിരിക്കും.
അവരിപ്പോൾ പോകും. ഇനിയിപ്പോൾ നമുക്കൊരു 2-3 ഫോട്ടോസും കൂടെ എടുക്കാം. ഇത് നമ്മുടെ നാദ്വി കളക്ഷൻസിൻ്റെ കുറച്ച് കോസ്റ്റ്യൂംസ് ആണ്. നമുക്കിങ്ങനെ അടിപൊളി സ്റ്റേയും പ്രോപ്പർട്ടിയും കിട്ടിയപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഫോട്ടോസും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് കിളിയുടെ ഔട്ട്ഫിറ്റ്. ഞാൻ ബാക്ക് ക്യാമിൽ രണ്ടുപേരും ഒഴിഞ്ഞ നടച്ചാണ് രാവിലെ തൊട്ട് തുടങ്ങി. ഈ പരിപാടി കഴിയുമ്പോഴത്തേനും ഇല്ലേ എൻ്റെ മുടി ഉണ്ടാവില്ല. തമ്പുരാട്ടി എഴുന്നള്ളുവോ? എന്തൊക്കെ ചെയ്യാൻ കിടക്കും. ഒരു 2 ഫോട്ടോ എടുക്കുന്നതിനാണ് ഇത്ര വലിയ ഭയങ്കര സ്റ്റൈലിങ്. വെറുതെ നോ സ്റ്റൈലിംഗ് ഈസ് മസ്റ്റ് അല്ലേ? അങ്ങനെയാണ്. ഇതാണ് നമ്മുടെ ഷോപ്പിന്റെ ഓണർ. ഇവരൊക്കെ എൻ്റെ മോഡൽസാണ്. ഞാൻ പറയുന്ന പോലെ ഫ്രീ മോഡൽ, ഫ്രീന്നൊന്നുമില്ല, പൈസ ഒന്നും കൊടുക്കാണ്ട് ഇറക്കുന്ന മോഡൽ. അതെ, അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ നിൽക്കണം, ഞാൻ പറയുന്ന പോലെ പണിയെടുക്കണം. ഫ്രീ ആയതുകൊണ്ട് പൈസ കൊടുത്തത്. ഇപ്പൊ എന്റെ കൺട്രോളിലാണ് ഇവരുള്ളത്. കണ്ട് വേറെ ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ എവിടുന്ന് എടുക്കുക? എവിടുന്ന് എടുക്കുക? ലൊക്കേഷൻ പറ. താഴെ പോയാലോ? എന്താ ക്യാമറ? അങ്ങനെ ഷോപ്പിൻ്റെ 2ാമത്തെ ഓണറും ബാക്കി 2 മോഡൽസും കൂടെ പോയിട്ട് പുറത്തുനിന്ന് ഗംഭീര ഷൂട്ടിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വയറുവേദന എടുത്ത് സൈഡായിരിക്കുന്നുണ്ട്. അകത്തുനിന്ന് 2-3 ക്ലിപ്സ് എടുത്ത് എന്നെ പെട്ടെന്ന് ഒഴിവാക്കി. അതുകൊണ്ട് എൻ്റെ നന്ദുവിൻ്റെതും പ്രോപ്പർട്ടീൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയായിരുന്നു എടുത്തത്. ഈ ക്ലൈമറ്റ് ഇല്ലേ, ഇത് ഞാനായിട്ട് ഒട്ടും പോകുന്നില്ല കേട്ടോ. ഈ വീഡിയോയ്ക്ക് മാത്രമല്ല, എല്ലാ വീഡിയോ എടുക്കുമ്പോഴും ഞാൻ പുറത്തിറങ്ങുമ്പോൾ മഴ പെയ്യും, അകത്ത് കയറുമ്പോൾ മഴ നിൽക്കും. അങ്ങനെ ഓരോ വീതം നമ്മുടെ പരിപാടികളെല്ലാം പെട്ടെന്ന് തന്നെ പ്രാപ്തി ചെയ്ത് ഇവർ പറഞ്ഞു വിട്ടു. ഇനി ഇതൊരു ഗേൾസ് നൈറ്റാണ്. വേദന ഒന്നാമതേ ചെറിയൊരു വയ്യായ്ക ഉണ്ടായിരുന്നു. വൈകിട്ടായപ്പോഴത്തേനും ഒന്ന് തൊണ്ടവേദനയൊക്കെ കൂടി. ഇപ്പം നമുക്ക് അവിടുത്തെ ആൾക്കാർ നല്ല ചുക്ക് കാപ്പിയൊക്കെ ഇട്ട് കിട്ടിയ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി. അത് വെച്ച് 2 വീഡിയോ കൂടെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു ഫൺ നൈറ്റായിരുന്നു. മല്ലോ സിംഗിലെ ഒരു വീഡിയോ റീക്രിയേറ്റ് ചെയ്തതാണ് നമ്മളൊരു സീൻ. ചിരിച്ച് മണ്ണ് തപ്പാന്നൊക്കെ കേട്ടിട്ട് ഡയറക്ടറും വീഡിയോഗ്രാഫറും എഡിറ്ററും ഒക്കെ നമ്മളതിനായതുകൊണ്ട് ചപ്പാടും ബഹളവും വിളിയായിരുന്നു. ആക്ടേഴ്സൊക്കെ ഒന്നിനൊന്നിനും മെച്ചം മരിച്ച് അഭിനയിക്കുകയായിരുന്നു. രാത്രി നമുക്ക് അതിലും ഗംഭീരമായ ചിക്കൻ കറിയും ചപ്പാത്തിയും കിട്ടി. എന്ത് ടേസ്റ്റായിരുന്നുവോ. അങ്ങനെ വീണ്ടും കുറേ വർത്തമാനങ്ങളും കഥ പറച്ചിലൊക്കെ കഴിഞ്ഞ് നമ്മൾ അന്നത്തെ ഡേയും ഒരുവിധം റാപ്പ് ചെയ്തു. പിറ്റേന്ന് നമ്മളെ ചെക്ക് ഔട്ട് ഡേ ആണ്. റൂമെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ ബെഡ് അങ്ങനെ ആക്കാണ്ട് ഇറങ്ങുമ്പോൾ ഒരു മനപ്രയാസം. ആൻഡ് യാ, ദാറ്റ്സ് pretty much it about our staycation. I hope you all enjoyed this video. I'll catch you in my next video. Bye.